ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെയുള്ളവര് വച്ച് തന്ന് ഒരു തരി ആഹാരം പോലും നിങ്ങൾക്കുണ്ടാവില്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഈ അവസ്ഥയിലുള്ള പെൺകുട്ടിയോട് ക്രൂരത കാണിക്കരുത്. കൂടുതൽ സംസാരിച്ച് കാര്യങ്ങൾ വഷളാക്കണ്ട സുകുമാരി. നടക്കില്ല എന്ന് പറഞ്ഞാ നടക്കില്ല. പൊയ്ക്കോ രണ്ടെണ്ണോ. പിന്നെ ഏതെങ്കിലും ഒരാള് അതിനെ കണ്ടെത്തി ജീവനും ജീവിതവും കൊടുത്ത് വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയിലാവുമ്പോ അതിനെ തേടി വരിക, നീ എന്റേതാന്നൊക്കെ പറയാ. ഇതൊക്കെ എന്ത് നാണക്കേടാ മാഡം. മോളെ, ഒരമ്മയ്ക്കും സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിയണമെന്ന് ആഗ്രഹം കാണില്ലല്ലോ. നിന്റെ അമ്മ നിന്നെ വലിച്ചെറിഞ്ഞതിനും അങ്ങനെ വ്യക്തമായ ഒരു കാരണം ഉണ്ടെങ്കിലോ? അമൃത മാഡത്തിന്റെ മകളും കൂടി ഒരു സ്ഥലത്തേക്ക് പോകുന്നെന്ന് വിചാരിക്കുക. അവിടെ ഒരു വലിയ പ്രശ്നമായി. അമൃത മാഡം സ്വന്തം കുഞ്ഞിനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ മാഡം വിട്ടുകൊടുക്കോ? അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യില്ലേ? വേണമെങ്കിൽ ചാവില്ലേ? ഇതൊന്നും എന്റെ അമ്മ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അവരെ വെറുപ്പ് തന്നെയാ. എനിക്ക് യശോദാമ്മയുടെയും ഫിദ മാഡത്തിന്റെ ഒക്കെ സ്നേഹമുണ്ട്. എനിക്കെന്റെ തലമുറകൾക്ക് തണലായിട്ട് നിങ്ങൾ മാത്രം മതി. പോട്ടെ. വയറിളക്കം നിന്നപ്പോ വിശപ്പ് തുടങ്ങിയടി. തലയൊക്കെ ചുറ്റുന്ന പോലെ തോന്നുന്നു. കണ്ണും നേരെ കാണാൻ പറ്റുന്നില്ല. ഭക്ഷണം ആരോട് ചോദിക്കാനാ മുത്തശ്ശി? അച്ഛൻ വിലക്കിരിക്കല്ലേ? ഓ, അത് അപ്പോഴത്തെ ദേഷ്യത്തിന് വിളിച്ചു പറഞ്ഞതല്ലേ. ഭക്ഷണം തരാതൊന്നും ഇരിക്കത്തില്ല. കോണിമംഗലത്തുകാരെ അഭിമാനികളല്ലേ. എന്നാലും ചെന്ന് ചോദിക്കാന്നൊക്കെ വെച്ചാ എന്തിനാണ് ഈ ചെന്ന് ചോദിക്കുന്നേ? ചോദിക്കണ്ട, നമുക്കങ്ങ് എടുത്ത് തിന്നാം. നീ വാ. വാടി മോളെ, വാ. എന്താ സുകുമാരിയമ്മേ? കൊച്ചിന് വിശക്കുന്നു. വിശന്നോട്ടെ, അതിനെന്താ? അതിനെന്താന്നോ? ഇവക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഇവിടെ വന്ന് ഭക്ഷണമില്ലെന്ന് പരമേശ്വരൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. പുറത്തൊക്കെ നല്ല സ്നേഹബന്ധുവല്ലേ. ഒന്നെങ്കിലും പുറത്തു പോയി കഴിക്ക, അല്ലെങ്കിൽ ആരോടെങ്കിലും കൊണ്ടുവന്ന് തരാൻ പറ. അതെന്ത് ന്യായവാ? ന്യായത്തിന്റെ കണക്കൊന്നും നിങ്ങൾ പറയണ്ട. ഈ കുടുംബത്തിനകത്ത് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ ന്യായമാണോ? പ്രിയങ്കയെ വരുൺ വിവാഹം ചെയ്തിട്ടുണ്ടെന്നൊരു അവകാശവും പറഞ്ഞ് എത്ര നാളായി നിങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട്? ഇനി ആ ബുദ്ധിമുട്ട് സഹിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഇതാണോ വലിയ കണിമംഗലത്തുകാരുടെ പാരമ്പര്യം?
വിശന്ന് വലഞ്ഞവർക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ എന്ത് കുടുംബ പാരമ്പര്യം പറഞ്ഞിട്ടെന്താ? സുകുമാരി, കണിമംഗലത്തുകാരെ കുറിച്ച് അങ്ങനെ ഒരു അപഖ്യാതി ആരും പറയില്ല. കണിമംഗലത്തിന്റെ ഗേറ്റ് ഇതുവരെ പൂട്ടാറില്ലായിരുന്നു. അത് സുകുമാരിക്ക് അറിയൂ. ഈ നാട്ടിലുള്ള ഏതൊരാൾക്കും ഏത് സമയത്തും കയറി വരാമായിരുന്നു. ഇവിടെ ഇപ്പൊ ഗേറ്റ് പൂട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം സുകുമാരിയും ഈ നിൽക്കുന്ന പ്രിയങ്കയോ. അതുപോലെ തന്നെയാ അടുക്കളയുടെ കാര്യം. വിശന്നു വലഞ്ഞവരെ ഊട്ടിയിട്ടേ വിടാവൂന്ന് നിർബന്ധിത ബുദ്ധിയുള്ള കുടുംബമായത്. ഏതെങ്കിലും കുടുംബം പട്ടിണി കിടക്കുന്നുവെന്ന് കേട്ടാ ആ കുടുംബത്തിന് ആവശ്യമായ സാധനങ്ങൾ, അതും 1-2 മാസത്തേക്കുള്ളത്, അത് എത്തിച്ചതിന് ശേഷം വിശ്രമിക്കുന്ന സ്വഭാവമുള്ളവനാ പരമേശ്വരൻ. നിങ്ങൾക്കിപ്പൊ ഭക്ഷണം കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന്റെ ക്രൂരതയ്ക്കുള്ള പ്രതിഫലമായിട്ട് കണ്ടാ മതി. മുത്തശ്ശി, എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം വേണം. എനിക്ക് തരണ്ട. ബുദ്ധിയില്ലാത്ത ഈ കൊച്ചിനെങ്കിൽ എന്തെങ്കിലും കൊടുക്ക്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമാണല്ലോ ഇവൾക്ക് ബുദ്ധിയില്ലാത്തത്. ബാക്കി ഒരു കാര്യത്തിനും ഒരു കുഴപ്പമില്ലല്ലോ. സുകുമാരി, ഇവിടെ നിക്കണ്ട. പരമേശ്വരൻ ഒരു വാക്കു പറഞ്ഞ അത് ഈ കുടുംബത്തിലുള്ളവരെല്ലാവരും പാലിച്ചിരിക്കും. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം ഇല്ല. പത്മിനി, ഇന്ന് നീ അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അടുക്കള പൂട്ടിക്കോ. അയ്യോ, അത് എന്റെ കൊച്ചു. നാളെ മുതൽ മുത്തശ്ശിക്കും കൊച്ചുമോൾക്കും ഭക്ഷണം വേണമെങ്കിലേ അടുക്കളയിൽ സാധനങ്ങളുണ്ട്, വച്ച് കഴിക്കാം. ഇവിടെയുള്ളവര് വച്ച് തന്ന് ഒരു തരി ആഹാരം പോലും നിങ്ങൾക്കുണ്ടാവില്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഈ അവസ്ഥയിലുള്ള പെൺകുട്ടിയോട് ക്രൂരത കാണിക്കരുത്. കൂടുതൽ സംസാരിച്ച് കാര്യങ്ങൾ വഷളാക്കണ്ട സുകുമാരി. നടക്കില്ല എന്ന് പറഞ്ഞാ നടക്കില്ല. പൊയ്ക്കോ രണ്ടെണ്ണോ. സ്ത്രീകളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ സുകുമാരി അമ്മയുടെ പരാതികളൊക്കെ. വരുണും പരമേശ്വരനും ഒന്നും ചോദിക്കാൻ വരുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇനി ഞങ്ങൾ ചോദിക്കാനാ തീരുമാനം. ആ, സ്ത്രീകൾ തമ്മിലാകുമ്പോ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ലല്ലോ. അയ്യോ, അതിന്റെ നിയമമൊന്നും സുകുമാരിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സുകുമാരി ഇപ്പൊ വക്കീൽ പരീക്ഷയും കഴിഞ്ഞ് പോലീസിൽ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അല്ലേ സുകുമാരി? ആ, പോവാൻ നോക്ക്. പോവാൻ നോക്ക്. ചെല്ലാൻ. വാ മോളെ. പോകും. വന്നിരിക്കുക ബിഷപ്പിന്റെ പേരും പറഞ്ഞ്. പത്മിനി, നിനക്ക് ഇത്തിരി മനസ്സിൽ ഇവ കൂടുതലാ. ഈ കള്ളക്കൂട്ടങ്ങളോട് ആവശ്യമില്ലാത്ത കാരണം നീ കാണിച്ചിട്ടുമുണ്ട്. അതിന്റെ കൂടെ ഫലമാ കുടുംബം ഇപ്പൊ അനുഭവിച്ചു കൂട്ടുന്നത്. ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞതായിരിക്കണം, അത് തെറ്റിക്കാൻ ശ്രമിക്കരുത്. ഇല്ലമ്മേ, ഇനി എന്റെ ഭാഗത്തുനിന്ന് അബദ്ധമൊന്നും പറ്റില്ല. ശരിക്കും മതിയായി അവറ്റകളെ കൊണ്ട്.